ബിഗ് ബോസ് മലയാളം സീസൺ 5 വിന്നറായിട്ടുള്ള അഖിൽ മാരാറിനെതിരെ അതേ സീസണിൽ പങ്കെടുത്ത ശോഭ വിശ്വനാഥ് എന്ന കണ്ടസ്റ്റന്റ് പോലീസ് കേസ് കൊടുത്തിരിക്കുകയാണ്. CRPC 153 പ്രകാരം ഈ ഒരു സമയത്ത് അഖിലിനെതിരെ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. അതുപോലെ ചൈൽഡ് വെൽഫെയർ കമ്മീഷണർക്കും ശോഭയുടെ ഭാഗത്ത് നിന്ന് അഖിൽ മാരാർ തന്റെ കുട്ടികളെ ഉപദ്രവിക്കുന്നു എന്നുള്ള രീതിയിൽ പോക്സോ കേസും ഇതാ ഫയൽ ചെയ്തിരിക്കുകയാണ്. എന്താണ് ഇതിന്റെ സത്യാവസ്ഥ? ആദ്യം തന്നെ ഈ ഒരു പരാതിയുടെ ഉത്ഭവം എവിടെ നിന്നാണെന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. കാരണം അഖിൽ എന്ന വ്യക്തിക്കെതിരെ ശോഭ വിശ്വനാഥ് ഒരു സുപ്രഭാതത്തിൽ ഇതുപോലൊരു പരാതിയുമായിട്ട് മുന്നോട്ട് വരണമെങ്കിൽ അതിന് തീർച്ചയായിട്ടും ഒരു കാരണമുണ്ട്. ശോഭയുടെ പിന്നിൽ പലരും ഇതിനു വേണ്ടി കളിച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ശോഭ പറഞ്ഞിരിക്കുന്നത് അഖിലിനെതിരെ ഒരു പരാതി കൊടുത്തപ്പോൾ അഖിൽ ആ ഒരു പോലീസ് സ്റ്റേഷനിൽ കോൺടാക്ട് ചെയ്ത് ചോദിച്ചു, എന്താണ് എനിക്കെതിരെ ശോഭ തന്നിരിക്കുന്ന പരാതി. അപ്പോൾ അവർ പരാതി എന്തെന്ന് പറയാതെ ആദ്യം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു സ്ത്രീ മറ്റൊരു പുരുഷനെതിരെ പരാതി തന്നാൽ CRPC 153 പ്രകാരം അയാൾക്കെതിരെ കേസെടുക്കും, എന്നിട്ടായിരിക്കും ബാക്കിയുള്ള ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അഖിലിന് കിട്ടിയ ഒരു അറിയിപ്പ്. പിന്നീട് ചൈൽഡ് വെൽഫെയർ കമ്മീഷണർക്ക് ശോഭ വിശ്വനാഥ്, ഒരു ചൈൽഡ് ആക്ടിവിസ്റ്റ് കൂടി ആയിട്ടുള്ള ശോഭ വിശ്വനാഥ് തന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അഖിൽ മാരാർ തന്റെ കുട്ടികളെ ഉപദ്രവിക്കുന്നു എന്നുള്ള രീതിയിൽ ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അഖിൽ തന്റെ കുട്ടികളെ ഉപദ്രവിച്ചതിന് ശോഭയുടെ കയ്യിൽ എവിടെ നിന്നാണ് എവിഡൻസ് എന്ന് നിങ്ങൾ ചോദിക്കും. എന്ന് വെച്ചാൽ അഖിൽ മാരാർ അടിക്കുന്ന വീഡിയോയോ അല്ലെങ്കിൽ അഖിലിന്റെ കുട്ടികൾ എന്നെ അച്ഛൻ അടിച്ചു എന്നുള്ള രീതിയിൽ പറയുന്ന വോയിസോ അങ്ങനെ ഒന്നും ശോഭയുടെ കയ്യിൽ ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് കൃത്യമായി ഇപ്പൊ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും കത്തിക്കാണും, ബിഗ് ബോസ് മലയാളം സീസൺ 5 ഫാമിലി ടാസ്കിന്റെ ഭാഗമായിട്ട് അഖിലിന്റെ ഭാര്യയും കുട്ടികളും ബിഗ് ബോസ് ഹൗസിലേക്ക് വന്ന സമയത്ത് ശോഭ വിശ്വനാഥും കൂടി ഉൾപ്പെട്ട ഒരു കോൺവെർസേഷനിടയിൽ ജുനൈസ് എന്താണ് ഈ ഒരു കുട്ടികളോട് ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് അവർ പറയുന്നുണ്ട്, അച്ഛൻ ഞങ്ങളെ അടിക്കാറുണ്ട്. കോമഡി രൂപത്തിൽ പറയുന്ന ഒരു കാര്യമാണ്, അച്ഛൻ ഞങ്ങളെ അടിക്കാറുണ്ട്. അപ്പൊ അവിടെ ഇരുന്ന നാദ്രയും സെറീനയും അത് ഏറ്റുപിടിച്ചുകൊണ്ട് ഇതേ കുട്ടികളെ എന്താണ് അടിക്കുന്ന ഒരു പാരന്റ് ആണ്, ടോക്സിക് പാരന്റിങ്ങിനെതിരെ കേസ് എടുക്കണം ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരോട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് കോമഡി രൂപത്തിൽ അത് വിട്ടുപോയി. ഈ ഒരു കാര്യം അടിസ്ഥാനമാക്കിക്കൊണ്ട് ശോഭ വിശ്വനാഥ് ഇപ്പോൾ അഖിൽ മാരാർക്കെതിരെ ഒരു പരാതിയുമായി വന്നതിന് വ്യക്തമായ ഒരു കാരണമുണ്ട്. അതിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ 6 തന്നെയാണ്. സീസൺ 6 6 പേരാണ് വൈൽഡ് കാർഡ്സ് ആയിട്ട് വന്നത്. അതിലൊരാളായിരുന്നു DJ സിബിൻ. വളരെ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് ഒരുപാട് ജനശ്രദ്ധ നേടിയ ഒരു വൈൽഡ് കാർഡ് ആയിരുന്നു DJ സിബിൻ. ഒരുപാട് ജനങ്ങളുടെ സപ്പോർട്ടും DJ സിബിന് വളരെ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് തന്നെ നേടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാടധികം ഗെയിമുകൾ DJ സിബിൻ ബിഗ് ബോസിൽ കളിച്ചിട്ടുണ്ട്. ആ ഗെയിമുകളൊക്കെ എക്സ്പോസ് ചെയ്യുന്ന രീതിയിൽ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്ന് സംസാരിക്കുകയും പിന്നീട് മെന്റൽ ഡിപ്രഷനിലേക്ക് ആയിപ്പോയ DJ സിബിൻ തന്റെ ഗെയിമുകളൊക്കെ മറന്ന് ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുന്ന ഒരു രംഗം നിങ്ങൾ കണ്ടു കാണും. അതിനോടനുബന്ധിച്ച് DJ സിബിനെ ആശുപത്രിയിലേക്ക് മാറ്റുകയും അതിനോടനുബന്ധിച്ച് DJ സിബിന് മെന്റൽ ഡിപ്രഷൻ പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞ് ഡ്രഗ്സ് കൊടുക്കുകയും അതിനുശേഷം ബിഗ് ബോസിൽ തുടരാനായിട്ട് DJ സിബിന് സാധിക്കില്ല എന്ന് പറഞ്ഞ് പുറത്താക്കുകയുമാണ് ഉണ്ടായത്. അത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് വന്ന സിബിന്റെ ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കാണും. ഒരു മെന്റൽ കണ്ടീഷനും ബുദ്ധിമുട്ടില്ലാത്തൊരു വ്യക്തിയായിരുന്നു DJ സിബിൻ. പിന്നീട് എന്ത് കാരണം കൊണ്ടാണ് ബിഗ് ബോസ് പുറത്താക്കിയെന്നൊക്കെ വ്യക്തമായിട്ട് ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായ ഒരു വിഷയമായിരുന്നു. അപ്പോൾ ഇതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് അഖിൽ മാരാറും വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അഖിലിന്റെ വീഡിയോയിൽ അറിയാതെ കുറെ കാര്യങ്ങൾ ബിഗ് ബോസിന്റെ അണിയറയിലെ സംഭവിക്കുന്ന കുറെ കാര്യങ്ങൾ എക്സ്പോസ് ആയിപ്പോയി. അഖിൽ ബിഗ് ബോസിന്റെ ക്രൂ മെമ്പേഴ്സ് മറ്റുള്ള വ്യക്തികളെ സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും ചൂഷണം ചെയ്യുന്ന കാര്യങ്ങൾ പലതും അഖിലിന്റെ വീഡിയോയിൽ അഖിൽ വ്യക്തവും കൃത്യവുമായിട്ട് പറഞ്ഞു. അതിനോടനുബന്ധിച്ച് ഒരുപാടധികം വീഡിയോസ് അഖിൽ മാരാർ തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി പങ്കുവെക്കുകയും അതിനോടനുബന്ധിച്ച് ഒരുപാട് ചാനലുകൾ അഖിലിന്റെ ഇന്റർവ്യൂ എടുക്കുകയും പിന്നീട് ബിഗ് ബോസിന് നല്ലൊരു ഡീഗ്രേഡിങ് ഏറ്റുവാങ്ങേണ്ട ഒരു സാഹചര്യവും വന്നിരുന്നു. അപ്പോൾ ഇതൊക്കെ കുറെയൊക്കെ ശരിയായ കാര്യങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാടധികം സ്ത്രീകൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ബിഗ് ബോസിനെതിരെ പ്രതികരിച്ചിരുന്നു. അഖിൽ മാരാറിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് 3 പെൺകുട്ടികൾ നേരെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ തന്റെ ഫേസ് റിവീൽ ചെയ്തുകൊണ്ട് വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അഖിലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും ബിഗ് ബോസിന്റെ അണിയറയിൽ സംഭവിക്കുന്ന ഇമാതിരി തെണ്ടിത്തരങ്ങളെ എതിർത്തുകൊണ്ടും ഒരുപാട് പേര് ഇങ്ങനെ സപ്പോർട്ട് ചെയ്തിരുന്നു. ആ സമയത്തും അഖിൽ മാരാർ പറഞ്ഞൊരു കാര്യം, ബിഗ് ബോസിന്റെ അണിയറയിൽ അല്ലെങ്കിൽ ഏഷ്യാനെറ്റിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന കുറച്ച് വ്യക്തികളുടെ ഭാഗത്ത് നിന്നാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ അതിന്റെ തലപ്പത്തിരിക്കുന്ന വെറും 2 പേര് ആ ഇത്തിൽ കണ്ണികളെ എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഉള്ളൂ എന്ന് പറഞ്ഞാണ് അഖിൽ എപ്പോഴും വീഡിയോ ഇട്ടത്. അല്ലാതെ ബിഗ് ബോസിനെയോ അല്ലെങ്കിൽ ഈ പറയുന്ന എന്റെ മോളിനെയോ ഒന്നും അഖിൽ മാരാർ എന്ന് പറഞ്ഞ വ്യക്തി ആ സമയത്ത് എതിർത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ബിഗ് ബോസിൽ നിന്ന് തന്നെ പുറത്തിറങ്ങിയ ഒരുപാട് കണ്ടസ്റ്റൻസ് ഈ കാര്യങ്ങളെ ശരിവെച്ചു.
ആദ്യമായിട്ട് ബിഗ് ബോസ് മലയാളം സീസൺ 3 കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള കിടിലം ഫിറോസ് തന്റെ വീട്ടുകാർക്ക് ഇത്തരത്തിലൊരു മോശം അനുഭവം ഏഷ്യാനെറ്റിന്റെയും ബിഗ് ബോസിന്റെയും ഭാഗത്ത് നിന്ന് ഉണ്ടായതായിട്ട് പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള ശ്രീലക്ഷ്മി അറക്കൽ ഈ കാര്യത്തെ ശരിവെച്ചുകൊണ്ട് വീഡിയോസും കാര്യങ്ങളും ചെയ്തു. അങ്ങനെ ഒട്ടനവധി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് അഖിൽ മാരാറിനെ സപ്പോർട്ട് ചെയ്തും ഒപ്പം പങ്കെടുത്തിരുന്ന കണ്ടസ്റ്റൻസും ഈ കാര്യങ്ങളെ ശരിവെച്ചുകൊണ്ട് കമന്റ്സ് ആയിട്ടും അത്തരത്തിലുള്ള കാര്യങ്ങളായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അഖിലിനെ എതിർക്കുന്നവരും ഒരുപാട് പേരുണ്ടായിരുന്നു. ഇതുവരെയും അഖിൽ മാരാർ എന്ന് പറഞ്ഞ വ്യക്തി തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പങ്കുവെച്ച വീഡിയോകളിലായാലും അല്ലെങ്കിൽ താൻ മാധ്യമങ്ങൾക്ക് കൊടുത്ത ഇന്റർവ്യൂസിലായാലും സീസൺ 5 ബന്ധപ്പെട്ടിട്ടുള്ള കണ്ടസ്റ്റൻസിനെയോ അല്ലെങ്കിൽ മറ്റുള്ള സീസണുകളിൽ വന്നുപോയ സ്ത്രീകളായിട്ടുള്ള കണ്ടസ്റ്റൻസിനെയോ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. പിന്നീട് എന്തുകൊണ്ടാണ് ശോഭ വിശ്വനാഥ് ഇത്രയും കയർത്തുകൊണ്ട് അഖിൽ മാരാർക്കെതിരെ ഒരു പോലീസ് കേസുമായി മുന്നോട്ട് വന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കോമൺ സെൻസ് ഉപയോഗിച്ച് ചിന്തിക്കുന്ന ആളുകൾക്ക് മനസ്സിലായി കാണും. അതുപോലെ തന്നെ അഖിൽ മാരാർ തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ പങ്കുവച്ചിരിക്കുന്ന ശോഭ വിശ്വനാഥ് ഫയൽ ചെയ്ത ഒരു കേസിന്റെ ഫോട്ടോയുടെ തൊട്ടടിയിലായിട്ട് എഴുതിയ ഒരു കാര്യമാണ്. പണ്ടൊരിക്കൽ ധന്യരാമൻ എന്ന് പറഞ്ഞ വ്യക്തി ശോഭ വിശ്വനാഥിനെതിരെ ഒരു പരാതിയായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് കൃത്യമായിട്ട് ശോഭയുടെ ഫോട്ടോയും പരാതി സഹിതം ഒരു ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കേസ്, ചാരിറ്റി തട്ടിപ്പ് നടത്തുന്നു എന്നുള്ള കാര്യം. അതിനെതിരെ പോലും പ്രതികരിക്കാത്ത ശോഭ വിശ്വനാഥ് എന്ന് പറഞ്ഞ വ്യക്തി എന്തുകൊണ്ടാണ് ഈ ഒരു കേസിൽ ഇത്തരത്തിൽ ഇത്രയും താല്പര്യം കാണിക്കുന്നത് എന്നുള്ള കാര്യം അഖിൽ കൃത്യമായിട്ട് ആ ഒരു പോസ്റ്റിനടിയിൽ ചോദിച്ചിട്ടുണ്ട്. ധന്യരാമൻ എന്ന് പറഞ്ഞ വ്യക്തി ആദ്യമായി ശോഭയ്ക്കെതിരെ കൊടുത്തിരിക്കുന്ന പരാതി ചൈൽഡ് വെൽഫെയർ കമ്മ്യൂണിറ്റിയുടെ പേര് പറഞ്ഞുകൊണ്ട് ശോഭ സാമ്പത്തികമായിട്ട് തട്ടിപ്പ് നടത്തുന്നു, അതുപോലെ തന്നെ തന്റെ ബിസിനസ് വഴി പാവപ്പെട്ടവരെ സഹായിക്കുന്നു എന്ന പേരിലും സാമ്പത്തികമായിട്ട് ശോഭ പണത്തട്ടിപ്പ് നടത്തുന്നു എന്നുള്ള കാര്യം കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ട് ധന്യരാമൻ കേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ കേസൊക്കെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായ സമയത്തും ശോഭ വിശ്വനാഥ് എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തി ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് സീസൺ 5 എപ്പോഴോ നടന്നുപോയ ഒരു കാര്യത്തിന്റെ പേര് പറഞ്ഞ് ഇപ്പോൾ ഒരു പോക്സോ കേസുമായിട്ട് മുന്നോട്ട് വരണമെങ്കിൽ അതിനകത്ത് ഒരുപാട് ചിന്തിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. അഖിൽ മാരാറിന്റെ ഭാഗത്തു നിന്ന് തന്നെ നിങ്ങൾ അതിനെപ്പറ്റിയുള്ള സത്യാവസ്ഥയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ അഖിൽ കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, ഇത്തരത്തിലുള്ള സ്ത്രീകൾ വ്യാജമായിട്ടുള്ള പരാതിയുമായിട്ട് മുന്നോട്ട് വരുന്ന സമയത്ത് മറ്റൊരു അവസരത്തിൽ നീതി കിട്ടേണ്ട ഒരു പരാതിയുമായിട്ട് മറ്റൊരു സ്ത്രീ മുന്നോട്ട് വരുമ്പോഴും ഈ ഒരു സമൂഹം അവരെ മോശപ്പെട്ട രീതിയിൽ കാണാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കുന്ന അവസ്ഥയാണ് ഈ ഒരു ശോഭ വിശ്വനാഥിന്റെ ഭാഗത്തു നിന്ന് ഇപ്പം ഉണ്ടായിരിക്കുന്നത്. ഇത്തരത്തിലൊക്കെ ആരും ചെയ്യാതിരിക്കുക. സ്ത്രീ പുരുഷന്മാർ തമ്മിൽ ഈക്വൽ ആയിട്ടാണ് ഈ ഒരു സമൂഹത്തിൽ മുന്നോട്ട് പോകുന്നതെങ്കിലും സ്ത്രീകൾ കൊടുക്കുന്ന പരാതിക്ക് കുറച്ചുകൂടി കാഠിന്യമേറുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നുകൂടി ആ ഒരു പോസ്റ്റിന്റെ അടിയിൽ കൃത്യമായിട്ട് അഖിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അഖിൽ മാരാർക്കെതിരെ ഒരു പോക്സോ കേസ് കൊടുത്തതിലൂടെ അഖിലിന് എന്തെങ്കിലും സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു കേസും കൂട്ടവുമായിട്ട് കുറച്ച് നാൾ കോടതി കയറി ഇറങ്ങേണ്ടി വരും. കാരണം അഖിലിന്റെ കുട്ടികൾ കൃത്യമായിട്ട് പറയുന്ന ഒരു വീഡിയോ ഇവരുടെ പക്കലുണ്ട്. കാരണം അഖിലിന്റെ കുട്ടികൾ ആ ഒരു ഫാമിലി വീക്കിന്റെ ഭാഗമായിട്ട് വന്ന് അവിടെ പറഞ്ഞതാണ്, അച്ഛൻ ഞങ്ങളെ അടിക്കാറുണ്ട്, ഇവിടെ ക്യാമറ ഉള്ളതുകൊണ്ടാണ് ഇപ്പം നീ ഞങ്ങൾ അടിക്കാത്തതെന്നൊക്കെ പറഞ്ഞ് ആ ഒരു കുട്ടികൾ പറയുന്ന വീഡിയോ സഹിതം കോടതിക്ക് മുന്നിൽ ഹാജരാക്കി കഴിഞ്ഞാൽ ആ ഒരു കുട്ടികളോട് എന്തായാലും കോടതി കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കും. അപ്പോൾ അവർ പറയും ഇതൊക്കെ ഞങ്ങൾ ചുമ്മാ പറഞ്ഞതാണെന്ന്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും ഇത് അഖിൽ പ്രഷർ കൊടുത്ത് പറയിപ്പിക്കുന്നതാണ് ന്നുള്ള രീതിയിലേക്ക് വരും. അങ്ങനെ കുറച്ച് നാൾ ഇതിന് പുറകെ ഓടേണ്ടി വരും. പക്ഷെ ആ ഒരു അവസരത്തിലേക്കൊക്കെ ഇത് മുന്നോട്ട് പോകുമെന്നുള്ള കാര്യം നമ്മൾക്കറിയില്ല. എന്തൊക്കെയായാലും ഇതൊക്കെ വളരെ മോശമായൊരു പരിപാടിയാണ്. സീസൺ 5 അവസാനിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ കൈ കൊടുത്ത് മുന്നോട്ട് പോയ 2 മത്സരാർത്ഥികൾ പിന്നീട് ഒരാളുടെ ജീവിതത്തിൽ കയറി പണി കൊടുക്കാന്നൊക്കെ പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള കാര്യം തന്നെയാണ്. അഖിൽ വ്യക്തമായിട്ട് ആ ഒരു പോസ്റ്റിനടിയിൽ പറഞ്ഞിട്ടുണ്ട്, സീസൺ 5 വിന്നർ ആയതിൽ എന്നോടുള്ള ദേഷ്യമാണ്, കപ്പ് കിട്ടാത്തതിലുള്ള സങ്കടമാണ്, 4ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട ശോഭ എന്നുള്ള ആ ഒരു വ്യക്തി ഇപ്പം കാണിച്ചു കൂട്ടുന്നത് എന്നുള്ള ഒരു കാര്യമൊക്കെ കൃത്യമായിട്ട് അഖിൽ ആ ഒരു പോസ്റ്റിനടിയിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഈ ഒരു കാര്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ ചർച്ചയാവുന്നുണ്ട് അഖിലിൻ്റെ ഈ ഒരു പോസ്റ്റ്. എന്തായാലും ഇതിൻ്റെ ഫർദർ അപ്ഡേറ്റ്സ് അഖിൽ മാരാറിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 6 പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റുകളായിട്ട് അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്